കോൺഗ്രസിൽ അണപൊട്ടി മുഖ്യമന്ത്രി സ്ഥാന വിവാദം. കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടായാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനുള്ള നീക്കവുമായി KC വേണുഗോപാൽ. ഹൈക്കമാൻഡ് പച്ചക്കൊടി കാണിച്ചാൽ ഇരിക്കൂറിൽ നിന്ന് ജനവിധി തേടാനാണ് KCയുടെ നീക്കം. K സുധാകരന്റെ പിന്തുണാ പോസ്റ്റിൽ അഭിപ്രായം പറയാനില്ലെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, ഫലം വരുന്നവരെ കാത്തിരിക്കുക. കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ഉണ്ടാവും, അവിടുത്തെ സിസ്റ്റം ഉണ്ട്, അവിടുത്തെ നേതാക്കന്മാരുണ്ട്. എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കും. നേതാക്കന്മാരെല്ലാം വളരെ ശാന്തരായിട്ടിരിക്കുകയാണ്. അതില്ലാത്ത ഞാൻ പറഞ്ഞത് ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞത് എനിക്ക് അവരോടാണ് പറയാനുള്ളത്. ഈ കാര്യത്തിൽ പൊതുജന മധ്യത്തിൽ വലിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഇത്. ചില മാധ്യമങ്ങളൊക്കെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ചർച്ച ചെയ്ത് എന്നെക്കുറിച്ച് ചർച്ച ചെയ്തതിനെക്കുറിച്ച് പ്രവർത്തകരുടെ വിഷമമില്ലേ? ഇല്ലേ? നമ്മൾ വട്ടപൂജയാന്നൊക്കെ പൂജ ആയിക്കോട്ടെ. ഞാൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു കൃത്യമായിട്ട്, വെയിറ്റ് ഫോർ ദ റിസൾട്ട്. എന്നാൽ വേണുഗോപാലിനെ പിന്തുണച്ചുള്ള K സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ പരസ്യമായി തള്ളി KPCC പ്രസിഡന്റ് രംഗത്തെത്തി. പോസ്റ്റ് അസമയത്തെന്ന് സണ്ണി ജോസഫിന്റെ വിമർശനം. മുതിർന്ന നേതാക്കന്മാരെല്ലാവരും അത് പറയേണ്ട ഒരു സമയമായിട്ടില്ല. ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയേണ്ട വേദികളിൽ പറയാം, പറയേണ്ട സമയത്ത് പറയും. ഇപ്പം അതിന് സമയമായിട്ടില്ല, അസമയത്താണ്. കാരണം 4-ാം തീയതിയിലെ ഫലം വരട്ടെ. ഫലം വന്നു കഴിഞ്ഞിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിന് വേദിയൊരുക്കും. ആ വേദിയിൽ പറയണം, പരസ്യമായിട്ടല്ല, മാധ്യമങ്ങളിലൂടെയല്ല, സോഷ്യൽ മീഡിയയിലൂടെയല്ല ഇത്തരം നിലപാടുകൾ വ്യക്തമാക്കേണ്ടത്. KC വേണുഗോപാലിനെ കുറിച്ച് നല്ല വാക്ക് പറയുന്നതിൽ പ്രശ്നമില്ലെന്നാണ് K മുരളീധരന്റെ നിലപാട്. ആളുകൾ പലതും പറയും, ഇതിന് ചില നടപടിക്രമങ്ങളുണ്ട്. 4-ാം തീയതി കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ മുമ്പിൽ അഭിപ്രായം പറയാമല്ലോ. പറയാൻ യോഗ്യത ജനങ്ങൾ നൽകിയവർക്ക് അഭിപ്രായം പറയാം. അപ്പോൾ അതുവരെ കാത്തിരിക്കുക. അതിന് പകരം ചില ആളുകളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന രീതി ശരിയല്ല. ഗ്രൂപ്പ് ഡാൻസ് കളിക്കേണ്ട സ്ഥാനത്ത് സിംഗിൾ ഡാൻസ് കളിക്കരുത്. മെഷീൻ പൊട്ടിക്കുന്നതിന് മുൻപേയുള്ള ഈ തർക്കങ്ങൾ അനാവശ്യമാണെന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. താൻ ഈ വിവാദങ്ങളുടെ ഭാഗമല്ലെന്നും ആർക്കും വേണ്ടി ഒന്നും എഴുതിയിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ഇത് അനാവശ്യ വിവാദമാണ്. ഈ വിവാദത്തിനൊരു അർത്ഥവുമില്ല. അത് നമ്മളെ വോട്ട് ചെയ്ത് നമ്മളെ വിജയിപ്പിക്കാൻ കാത്തിരിക്കുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളുടെ മനോവീര്യത്തെ, പ്രവർത്തകരുടെയും മനോവീര്യത്തെ കെടുത്താൻ മാത്രമേ ഇത് സഹായിക്കുകയുള്ളൂ. സോഷ്യൽ മീഡിയയിലൂടെ അല്ലല്ലോ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അതിനൊരു സംവിധാനം ഉണ്ടല്ലോ. KC വേണുഗോപാലിനെ പിന്തുണച്ചും VD സതീശനെ പരോക്ഷമായി തള്ളിയും ദീപ്തി മേരി വർഗീസ് രംഗത്തെത്തി. KCയുടെ കടന്നുവരവിനെ ഒന്നിച്ച് പ്രതിരോധിക്കാനാണ് AI ഗ്രൂപ്പുകളുടെ നീക്കം. വിവരങ്ങളുമായി മഹേഷ് ചന്ദ്രനുണ്ട്. മഹേഷ്, ഈ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. അപ്പോഴും ഈ കോൺഗ്രസിലെ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള ചർച്ചകൾ അല്ലെങ്കിൽ പിടിവലികൾ അതൊക്കെ സജീവമായി തകൃതിയായി നടക്കുകയാണ്. അപ്പോൾ KC വേണുഗോപാലിന്റെ നീക്കങ്ങൾ ഹൈക്കമാൻഡിനെ വരുതിയിലാക്കിയുള്ള കരുനീക്കമാണ് KC നടത്തുന്നത്. ഇതിനെ ഒന്നിച്ച് പ്രതിരോധിക്കാൻ AI ഗ്രൂപ്പുകൾ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ എങ്ങനെ ഈ കാര്യങ്ങളെയൊക്കെ നമുക്ക് വിലയിരുത്താനാകും? അരുണ്യ, UDF അനുകൂലമായ ഒരു ജനവിധി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു കടുത്ത മത്സരം നടക്കുമെന്ന് ഉറപ്പാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല, നിലവിലെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ, ഇതിന് പുറമെയാണ് സംഘടനാ ചുമതലയുള്ള AC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിന്റെ പേര് കൂടി ഉയർന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകണം തരത്തിലുള്ള അഭിപ്രായങ്ങൾ പരസ്യമായി തന്നെ ഉയർന്ന സാഹചര്യമുണ്ട്. ഹൈക്കമാൻഡ് അനുമതി കിട്ടിയാൽ ഹൈക്കമാൻഡായിരിക്കും തീരുമാനിക്കുക. കോൺഗ്രസിന് UDF അനുകൂലമായ ജനവിധി ഉണ്ടായിക്കഴിഞ്ഞാൽ ഹൈക്കമാൻഡായിരിക്കും തീരുമാനിക്കുക ആരാകണം മുഖ്യമന്ത്രി എന്നുള്ളത്. പാർലമെന്ററി പാർട്ടി ഭൂരിപക്ഷം നോക്കിയായിരിക്കുന്ന തീരുമാനം ഉണ്ടാവുക. അത്തരമൊരു സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് പച്ചക്കൊടി കാണിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ KC വേണുഗോപാൽ തയ്യാറാകും. അദ്ദേഹം ഇരിക്കൂറിൽ ജനവിധി തേടാനാണ് അപ്പോൾ ആലോചിക്കുകയും ചെയ്യുന്നത്. ഇരിക്കൂർ നമുക്കറിയാം കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായ ഒരു സ്ഥലമാണ്. അവിടെ KC വേണുഗോപാൽ അനുകൂലിക്കുന്ന സജീവ് ജോസഫാണ് അവിടുത്തെ MLA. ആ സജീവ് ജോസഫ് വീണ്ടും സീറ്റ് നിലനിർത്തുന്ന കരുതുന്ന സീറ്റാണത്. ആ ഇരിക്കൂർ സുരക്ഷിതമായ മണ്ഡലമാണ് കോൺഗ്രസിന്. അവിടെ നിന്ന് സജീവ് ജോസഫ് രാജിവെച്ച് ആ ഒഴിവിൽ ജനവിധി തേടുകയായിരിക്കും KC വേണുഗോപാൽ. അങ്ങനെ ആണെങ്കിൽ ചെയ്യുക. മുഖ്യമന്ത്രി സ്ഥാനത്ത് തീരുമാനിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയായി 6 മാസത്തിനുള്ളിൽ ജനവിധി തേടിയാൽ മതി. അപ്പോൾ 6 മാസത്തിനകം നിയമസഭാംഗമാകാൻ കഴിയുമെന്നാണ് KC അനുകൂലിക്കുന്നവർ പറയുന്നത്. എന്നാൽ ഈ പോരാട്ടം ഈ 10 വർഷമായിട്ട്
ഈ ഭരണപക്ഷത്തെ പ്രതിരോധിക്കുന്ന LDF പ്രതിരോധിക്കുന്നത് VD സതീശനാണ്, രമേശ് ചെന്നിത്തലയാണ്, അവർക്കായിരിക്കണം അവസരം നൽകണമെന്ന് തരുന്ന നിലപാടുമായി മറ്റ് രണ്ട് ഗ്രൂപ്പുകളും സജീവമായി ഉണ്ട്. അതിനൊപ്പം തന്നെ ഈ KC വേണുഗോപാലിന്റെ പേര് ഹൈക്കമാൻഡിൽ കൂടി കെട്ടിയിറങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ മറ്റൊരു ധാരണ കൂടി ഉണ്ടാവുന്നു. അതും അതിന്റെ വിവരങ്ങളും പുറത്തേക്ക് വരുന്നു. അത് രമേശ് ചെന്നിത്തലയും VD സതീശനും എന്ത് വന്നാലും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാനുള്ള സാഹചര്യം അനുവദിക്കില്ല എന്ന നിലപാടിലാണ്. തങ്ങളിൽ ആര് മുഖ്യമന്ത്രി ആകുന്നില്ല എന്ന സാഹചര്യം ഉണ്ടായാൽ എന്തായാലും KC ആക്കി അതിലൊരു ധാരണയിലേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിലേക്കാണ് അവരെ അനുകൂലിക്കുന്നവരുമുള്ളത്. എന്തായാലും ഈ തരത്തിൽ വലിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സംസ്ഥാനത്തുടനീളം സജീവമായിരുന്നു AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ. അവിടെ ചില ഏജൻസികളുടെ സർവേകൾ വന്നിരുന്നു. അതിൽ പോൾ മന്ത്ര എന്ന ഒരു ഏജൻസി നടത്തിയ സർവേയില് KC വേണുഗോപാലിന്റെ പേരാണ് ഒന്നാമത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത്. ഇത് KC വേണുഗോപാൽ ഒരുക്കിയ നാടകമാണെന്ന ആരോപണം, അത്തരത്തിലുള്ള പരാതി കൂടി സതീഷിനെയും ചെന്നിത്തലയും അനുകൂലിക്കുന്നവർ ഉന്നയിക്കുന്നുമുണ്ട്. അരുണ്യ. ശരി, മഹേഷ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.